നമ്മുടെ നാട്ടിൽ ടീച്ചിങ് പ്രൊഫഷൻ നോക്കുന്ന ധാരാളം ആളുകളുണ്ട്. ടീച്ചിങ് ഭയങ്കര ഡ്രീമായി കാണുന്ന ആളുകൾ. അങ്ങനെ BEd ഒക്കെ പഠിക്കുന്നു. ചിലവരൊക്കെ വലിയ ലക്ഷ്യങ്ങൾ കൊടുത്തിട്ട് മാനേജ്മെന്റ് സീറ്റിൽ കയറി അങ്ങനെ വർക്കിന് നോക്കുന്ന ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. ഞാനിവിടെ പറയുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പ്രൈവറ്റ് ഫേമുകളിലെ ഒരു അവസ്ഥ നോക്കാം. പ്രൈവറ്റ് ഫേമുകളിലൊക്കെ കിട്ടുന്ന സാലറി പറഞ്ഞാൽ വളരെ ചെറിയ തുകയാണ്. ഇനി മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് നോക്കുന്നവർ ലക്ഷങ്ങൾ കടമെടുത്തും മറ്റൊക്കെയാണ് കൊടുക്കുന്നത്. അവരെ ആദ്യത്തെ 1-2 വർഷമൊന്നും ഒരു പക്ഷേ പേയ്മെന്റ് പോലും കിട്ടിക്കൊള്ളുന്നില്ല. അതിന് ശേഷമാണ് വരിക, ഇതിന്റെ ഒരു വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ ശേഷം. ഞാൻ പറയുന്നത് ഇതേ ടീച്ചേഴ്സിന് ഇവർ ഈ പഠിപ്പിക്കുന്ന അതേ സബ്ജക്റ്റുകൾ മറ്റ് പല രാജ്യങ്ങളിലും ഇവിടുന്ന് കിട്ടുന്ന സാലറിയുടെ 2-3 ഇരട്ടിക്ക് അവിടെ ചെയ്യാൻ പറ്റും, ഗൾഫുകളിലൊക്കെ, പ്രത്യേകിച്ച് GCC കൺട്രീസിലൊക്കെ. പക്ഷെ എന്താണ് അതിന് മുന്നിൽ അവർക്കുള്ള ഒരു തടസ്സം? അത് മറ്റൊന്നുമില്ല, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തടസ്സം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ലാംഗ്വേജ് ആണ്. കാരണം GCC കൺട്രീസിലൊക്കെയുള്ള സ്കൂളുകൾ ഒരു ഇന്റർനാഷണൽ സ്കൂൾസ് ആയിരിക്കും. സോ ഒബ്വിയസ്ലി അവിടെ ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ ഉള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. സോ വി ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം ഇൻ ഇംഗ്ലീഷ്. അങ്ങനത്തെ ഒരു മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരു എക്കോസിസ്റ്റത്തിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ആ ഒരു ലാംഗ്വേജ് എക്സ്പോഷർ നമുക്ക് ഇവിടെ ഉണ്ടാവും. എന്നാൽ നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകം നോക്കണം. നമ്മുടെ നാട്ടിൽ നമ്മൾ പഠിക്കുന്നത് ഒന്ന് പോട്ടെ, സാധാരണ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും തന്നെ നമ്മുടെ ഭാഷ മെച്ചപ്പെടുന്നില്ല. കാരണം നമ്മുടെ അങ്ങനത്തെ ഒരു മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനോ ഇംഗ്ലീഷിലുള്ള ഒരു മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷനോ അല്ല. അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സാർമാർ പോലും നമ്മളോട് മലയാളത്തിലാണ് സംസാരിക്കാറുള്ളത്. അല്ലെങ്കിൽ ആ ഒരു അർത്ഥത്തിലുള്ള ഒരു ട്രെയിനിങ് നമുക്ക് കിട്ടിയിട്ടില്ല. ഇനി ടീച്ചിങ്ങിലേക്ക് എടുക്കുക, BEd ഒക്കെ എടുത്ത് നോക്കുക. BEd എടുക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ BEd കോളേജിലൊന്നും തന്നെ നമ്മുടെ ലാംഗ്വേജ് പ്രൊഫഷൻസിക്ക് ഒരു ടീച്ചർക്ക് ഒരു വളരെ ബേസിക് ആയിട്ട് ഇംഗ്ലീഷിലേക്കുള്ള ഒരു ട്രെയിനിങ് ഒന്നും ഒരിക്കലും കൊടുക്കുന്നില്ല, അങ്ങനെ കിട്ടുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും അവർക്ക് ഈ ഒരു അവർക്ക് GCC കൺട്രീസിലേക്ക് പോകാനുള്ള ഒരു ബാരിയറായി അവിടെ നിൽക്കുന്നത്. ഞാൻ വളരെ പേഴ്സണലി പറയാം, ഞാൻ ഇതിൽ കാര്യമായിട്ട് തന്നെ വർക്ക് ചെയ്തുകൊണ്ട് ടീച്ചേഴ്സിനായിട്ട് ഒരു കോഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് മാത്രമായിട്ട് ക്യൂറേറ്റ് ചെയ്തിട്ട് അതിനായിട്ട് ടൈലർ ചെയ്തിട്ടുള്ള ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് മൊഡ്യൂൾ. അപ്പോൾ അത്ര താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ക്ലബ്ലിംഗ് അക്കാദമിയുടെ കീഴിൽ ടീച്ചേഴ്സിന് മാത്രമായിട്ടുള്ള ഓൺലൈൻ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു കോഴ്സ് സെഷൻ ഉണ്ടാകും. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ പേഴ്സണലി കോൺടാക്ട്, ഞാൻ താഴെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ. താങ്ക് യു.